ഒരു വിവാഹ പാർട്ടിയിൽ 32% സ്ത്രീകളും 54% പുരുഷന്മാരുമാണ്. അവിടെ 196 കുട്ടികളുണ്ടെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്രയായിരുന്നു? നമുക്കറിയാം സ്ത്രീകൾ എത്രയാ? സ്ത്രീകൾ 32% തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി പുരുഷന്മാർ എത്രയാ മക്കളെ? 54% തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 86 എന്ന് കിട്ടും. അപ്പം പുരുഷന്മാരും സ്ത്രീകളും കൂടെ 86%. അപ്പം എനിക്ക് മനസ്സിലായി ബാക്കി 14% കുട്ടികളായിരിക്കും. പുരുഷന്മാർ 54, സ്ത്രീകൾ 32. അപ്പോൾ ആകെ 86% ആളുകളായി. എങ്കിൽ ബാക്കിയുള്ള 14% കുട്ടികളായിരിക്കും. കുട്ടികൾ 196 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 14% എന്ന് പറഞ്ഞാൽ 196 തുല്യമാണ്. ഓക്കെ, എങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പുരുഷന്മാരുടെ എണ്ണം അറിയാൻ 54% എത്രയാണെന്ന് നോക്കണം. 100% കണ്ടാൽ ആകെ എണ്ണമാണ് കിട്ടുന്നത്. നമുക്ക് പുരുഷന്മാരുടെ എണ്ണ വേണ്ടേ. അപ്പോൾ 54% എത്രയാണെന്ന് നോക്കണം. നമുക്കറിയാം ഇത് എത്ര ഇരട്ടിയാണ് മക്കളെ? 14 ഇരട്ടിയല്ലേ? 14 × 14 അല്ലേ 196. അപ്പോൾ ഇങ്ങോട്ട് 14 ഇരട്ടി എടുത്താൽ ഉത്തരം കിട്ടില്ലേ? 54 × 14. നമ്മുടെ ഉത്തരം 756 എന്ന് കിട്ടും. 756 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ ആണോ? 32% സ്ത്രീകളും 54% പുരുഷന്മാരും കൂട്ടുമ്പോൾ 86% ആകും. അപ്പോൾ 86% പുരുഷന്മാരും സ്ത്രീകളും കൂടെ. അപ്പോൾ ബാക്കിയുള്ള 14% കുട്ടികളാണ്. കുട്ടികൾ 196 പേരാണ്. അപ്പോൾ 14% എന്നത് 196 എണ്ണത്തിന് തുല്യം അല്ലേ? ഇനി പുരുഷന്മാരെത്ര എന്നറിയാൻ 54% ഏതിന് തുല്യമാണെന്ന് നോക്കണം. ഒന്ന് 14 ഇരട്ടി, ഇങ്ങോട്ടും 14 ഇരട്ടി എടുത്തു. ആൻസർ 756 എന്ന് കിട്ടും. റെഡിയല്ലേ മക്കളെ?